നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. E. ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കൂടുതൽ പ്രായോഗികമെന്ന് കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത കുറവ് ഈ പദ്ധതിക്കാണ്. E. ശ്രീധരനാണ് കോൺഗ്രസ് ഭരണകാലത്ത് കൊങ്കൺ റെയിൽവേ പൂർത്തീകരിച്ചത്. BJP-കാരനാണെങ്കിലും റെയിൽവേ സാങ്കേതിക വിദ്യയുടെ അറിവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം കുറച്ചു കാണേണ്ടതില്ല. കോൺഗ്രസ് ഇത്തവണ CJP-യുമായിട്ടാണ് മത്സരിക്കുന്നത്. CPM BJP സഖ്യമാണ് CJP എന്നും മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നയിക്കുന്ന ജില്ലാതല പദയാത്രയുടെ ഉദ്ഘാടനം കൂറ്റനാട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ നടത്തിയ അതേ പ്രസംഗം തന്നെയാണ് മറ്റൊരു തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും മറ്റ് CPM നേതാക്കളും നടത്തുന്നത്. രക്തസാക്ഷികളുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തുന്ന CPM വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് TM നഹാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു, ഷംസീർ അൻസാരി ഖാൻ, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, ജോസ് വള്ളൂർ, PV മുഹമ്മദ് അലി, PM അസീസ്, ബാബു നാസർ, P. മാധവദാസ്, OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, പ്രതീഷ് മാധവൻ, MP സുബ്രഹ്മണ്യൻ, വിനോദ് ചെറാട്, ജിതേഷ് നാരായണൻ, അരുൺകുമാർ പാലക്കുറിശി, EK ജസീൽ, ലിജിത്ത് ചന്ദ്രൻ, PT അജ്മൽ, ഇജാസ്, സനോജ് കണ്ടലിൽ എന്നിവർ പങ്കെടുത്തു. 12 നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി 12-ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയോടുള്ള അവഗണന തുറന്നുകാട്ടിയാകും പദയാത്ര പര്യടനം നടത്തുക. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഓരോ നിയോജക മണ്ഡലങ്ങളിലും അതാത് നിയോജക മണ്ഡലങ്ങളിലെ പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. വരൾച്ച രൂക്ഷമാകുന്നു. വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിൽ കൃഷിയിറക്കിയ കിഴക്കേക്കര ഞാലിൽ സുജാതയുടെ ഒരേക്കർ കതിരിട്ട നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. ഏകദേശം 50,000 രൂപ വില ലഭിക്കേണ്ട നെല്ലാണ് വെള്ളം ലഭിക്കാത്തതിനാൽ കരിഞ്ഞത്. പാടശേഖരത്തോട് ചേർന്നുള്ള ക്ഷേത്രകുളത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് സാധാരണ ജലസേചനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇത് ലഭിക്കാതിരുന്നതാണ് കൃഷി നശിക്കാൻ ഇടയായതെന്ന് സുജാതയുടെ ഭർത്താവ് പരമേശ്വരൻ പറഞ്ഞു. കടവല്ലൂർ മേഖലയിലെ പാടശേഖരങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ്. കൊയ്ത്ത് പൂർത്തിയായ കർഷകർക്ക് മാത്രമാണ് ആശ്വാസം. കൊള്ളഞ്ചേരി, ഒറ്റപ്പിലാവ് എന്നിവിടങ്ങളിൽ ഇനിയും കൊയ്യാനുണ്ട്. മേഖലയിൽ ജലസേചനത്തിന് ആശ്രയിച്ചിരുന്ന തോടും വറ്റിത്തുടങ്ങിയത് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാവിലക്കാട് ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മാറ്റുകൂട്ടി ഗംഭീര വെടിക്കെട്ട്. നിയന്ത്രണങ്ങളുടെ പേരിൽ വർഷങ്ങളായി കുന്നംകുളം മേഖലയിലെ ഉത്സവങ്ങളിൽ നിന്ന് അകന്നുനിന്ന വെടിക്കെട്ട് തിരിച്ചെത്തിയപ്പോൾ പൂരപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. കാവിലക്കാട് കരിമ്പനത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വർണ്ണവിസ്മയമൊരുക്കിയത്. പൂരച്ചടങ്ങുകൾ പൂർത്തിയായ ശേഷം രാത്രി 9:30-യോടെയാണ് വിശാലമായ കാവിലക്കാട് പാടശേഖരത്തിൽ വെടിക്കെട്ട് ആരംഭിച്ചത്. കുന്നംകുളം മേഖലയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പൂരമഹോത്സവത്തിന് ഇത്രയും വിപുലമായ വെടിക്കെട്ട് നടക്കുന്നത്. ഇതുകൊണ്ടുതന്നെ തൃശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നും അന്യ ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് വെടിക്കെട്ട് കാണാൻ കാവിലക്കാട് പാടശേഖരത്തേക്ക് ഒഴുകിയെത്തിയത്. ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിക്കെട്ട് കാണികളുടെ മനം കവർന്നു. എന്നാൽ കാവിലക്കാട് വിജയകരമായി വെടിക്കെട്ട് നടന്നതോടെ വരാനിരിക്കുന്ന മറ്റു ഉത്സവങ്ങൾക്കും വെടിക്കെട്ട് നടത്താൻ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും പൂരപ്രേമികളും. ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കുന്ന പ്രസിദ്ധമായ ചൊവ്വന്നൂർ പന്തല്ലൂർ പൂരത്തിന് വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചു. 8 വർഷത്തിന് ശേഷമാണ് വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന
പന്തല്ലൂരിൽ വീണ്ടും വെടിക്കെട്ട് നടക്കാൻ പോകുന്നത്. മുൻവർഷങ്ങളിൽ പന്തല്ലൂരിൽ വെടിക്കെട്ട് വിസ്മയങ്ങൾ കാഴ്ചവെച്ച HMC കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വെടിക്കെട്ട് ഒരുങ്ങുന്നത്. ശനിയാഴ്ച രാവിലെയാണ് അവസാന അനുമതിയും ലഭിച്ചത്. ദേശമംഗലം സുരേന്ദ്രനാണ് വെടിക്കെട്ടിന്റെ ചുമതലക്കാരൻ. മുമ്പ് HMCയും ശിവഭഗവതി കമ്മിറ്റിയും ഇവിടെ ഗംഭീര വെടിക്കെട്ടുകൾ നടത്താറുണ്ട്. ഇക്കുറി HMC മാത്രമാണ് അപേക്ഷ സമർപ്പിച്ചത്. പന്തല്ലൂരിൽ വെടിക്കെട്ടുണ്ടാകുമെന്ന വിവരം പൂരപ്രേമികളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച പകൽപൂരത്തിന് ശേഷം വൈകിട്ട് 7:30-നാണ് വെടിക്കെട്ട് നടക്കുക. ചൊവ്വന്നൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാൻ മുന്നോട്ട് നീങ്ങി. തലനാരിഴയ്ക്ക് വന്നപകടമൊഴിവായി. ചൊവ്വന്നൂർ AKC സൂപ്പർ മാർക്കറ്റിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:00-ഓടെയാണ് സംഭവം. സെന്റ് മേരീസ് ഹൈസ്കൂളിലെയും മാർത്തോമ സ്കൂളിലെയും വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും കയറ്റി ട്രിപ്പ് നടത്തുകയായിരുന്ന ട്രാവലർ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളെ കയറ്റാനായി വഴിയരികിൽ വാഹനം നിർത്തിയിട്ട് ഡ്രൈവർ പുറത്തിറങ്ങി പോയിരിക്കുകയായിരുന്നു. ഇതിനിടെ വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി ഗിയറിൽ തട്ടിയതോടെ വാഹനം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പരിഭ്രാന്തനായ കുട്ടി വാഹനത്തിൽ നിന്നും ഇറങ്ങി വാനിന് മുന്നിലേക്കോടി. സംഭവം കണ്ട് സൂപ്പർ മാർക്കറ്റ് ഉടമ ചൊവ്വന്നൂർ കുണ്ടുകുളം വീട്ടിൽ അബിയും ഓടിയെത്തി. വാൻ സമീപത്തെ മതിലിൽ തട്ടി നിന്നതിനാൽ വന്നപകടമൊഴിവായി. സംഭവ സമയം വാഹനത്തിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. വാനിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാഞ്ഞതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നു. തലനാരിഴയ്ക്കാണ് താനും വിദ്യാർത്ഥിയും വാനിനും മതിലിനും ഇടയിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്ന് അബി പറഞ്ഞു. കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി ആഘോഷം ദ്വാദശി വേലവരവോടെ സമാപിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറന്ന ശേഷം 5:30-ന് ദ്വാദശി പണ സമർപ്പണം, 10:30 മുതൽ ദ്വാദശിയൂട്ട് എന്നിവയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. വൈകിട്ട് 4 മണി മുതൽ പറച്ചിരിക്കാവ്, ചീരം കുറ്റിഞ്ഞാലിൽ, തെക്കൂട്ട് വളപ്പ് എന്നീ 3 പൂർവിക സ്ഥാനങ്ങളിൽ നിന്നും ആരംഭിച്ച ദ്വാദശി ആചാരവേല ക്ഷേത്രസന്നിധിയിലെത്തി വേലക്കണ്ടത്തിൽ സമാപിച്ചു. തുടർന്ന് ദ്വാദശി വേലയുടെ ഭാഗമായി 12ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, ബാൻഡ് മേളം, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ശിങ്കാരിക്കാവടി, തെയ്യം, കുമ്മാട്ടിക്കളി, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രസന്നിധിയിലെത്തി വേലക്കണ്ടത്തിൽ സമാപിച്ചു. 10 ദിവസങ്ങളിലായി നടന്ന ഭീമ ഏകാദശി ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ കിഡ്സ് അത്ലറ്റിക്സ് കളിയങ്കണം BRC തല പരിശീലനം നടന്നു. പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കായികക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും കായിക മികവ് കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കളിയങ്കണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് AEO VB സിന്ധുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ചാവക്കാട് BRCയിലെ VPC MT സംഗീത, തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി നിഷാജി നായർ, NS ശ്രീജിഷ എന്നിവർ സംസാരിച്ചു. പുതുതായി നിർമ്മിച്ച പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി കൂദാശ ഞായറാഴ്ച വൈകിട്ട് നടക്കും. സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള കുരിശുപള്ളിയുടെ കൂദാശയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കുരിശുപള്ളി കൂദാശ നിർവഹിക്കും. നിരവധി വൈദികർ സഹകാർമ്മികത്വം വഹിക്കും. തുടർന്ന് സന്ധ്യാനമസ്കാരം, പൊതുസദ്യ എന്നിവയുമുണ്ടാകും. മാറഞ്ചേരി മൈത്രി വായനശാല പ്രവർത്തകർ നിർമ്മിച്ച മീസാൻ എന്ന ഹ്രസ്വചിത്രത്തിന് പുരസ്കാരം. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സച്ചിദിത് റേ ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര മത്സരത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. ചിത്രത്തിൻ്റെ സംവിധാന മികവ് പരിഗണിച്ച് രമേശ് അമ്പാരത്തിനെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തു. 3 പതിറ്റാണ്ടിലേറെയായി മാധ്യമമേഖലയിൽ പ്രവർത്തിക്കുന്ന രമേശ് അമ്പാരത്ത് നിലവിൽ വന്നേരിനാട് പ്രസ് ഫോറം പ്രസിഡന്റാണ്. മീസാനിലെ അഭിനയത്തിന് സലാം മലയംകുളത്തേലിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് സംവിധായകനും എഴുത്തുകാരനുമായ റഫീഖ് പട്ടേരിയാണ്. പുരസ്കാര വിതരണം ഫെബ്രുവരി 1-ന് തിരുവനന്തപുരം AKG ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി JR അനിൽ നിർവഹിക്കും. ഗുരുവായൂരിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി 101-അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. രുക്മിണി റീജൻസിയിൽ ചേർന്ന സ്വാഗത സംഘയോഗം PG കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതവാസികളായ എല്ലാവരും ഹിന്ദുക്കളാണെന്നും അവരെ ഒരുമിപ്പിക്കലാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജഗന്നിവാസൻ അധ്യക്ഷത വഹിച്ചു. MR മുകുന്ദരാജ ചെയർമാൻ, ജയരാമൻ വൈസ് ചെയർമാൻ, ഡോക്ടർ P പത്മനാഭൻ ഗുരുവായൂർ ജനറൽ കൺവീനർ, അനൂപ് ശർമ്മ ജോയിന്റ് കൺവീനർ, ബിന്ദു രാജശേഖരൻ മാതൃസമിതി, നിനവ് VS ട്രഷറർ,
എന്നിവരുൾപ്പെടുന്ന 101 അംഗ സമിതിയാണ് രൂപീകരിച്ചത്. ഡോക്ടർ പി പത്മനാഭൻ ഗുരുവായൂർ സ്വാഗതവും അനൂപ് ശർമ്മ നന്ദിയും പറഞ്ഞു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂൾ 101 വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ഷാർജി ഇഗ്നീഷ്യസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ശതാബ്ദി സ്മരണിക മിഴി കവിയും മാധ്യമപ്രവർത്തകനുമായ പൂർവ്വ വിദ്യാർത്ഥി സുബീഷ് തെക്കൂട്ട് പ്രകാശനം ചെയ്തു. നൂറ്റാണ്ടിൻ്റെ ഓർമ്മപ്പൂക്കൾ ഡോക്യുമെൻ്ററി പ്രദർശനം സംവിധായകൻ സുജിത് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സ്മരണിക പത്രാധിപർ IB അബ്ദുറഹ്മാൻ, നോൺമീൽ ഓഫീസർ ജിൻസ് ലാസറസ്, PTA പ്രസിഡന്റ് ഷബീബ്, മാതൃസമിതി പ്രസിഡന്റ് ഫഹിമ, സ്കൂൾ ലീഡർ അഫിദ, മുൻ പ്രധാനാധ്യാപകൻ TA ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കലാകായിക വിജ്ഞാന മത്സര വിജയികൾക്ക് ട്രോഫികൾ നൽകി. സ്റ്റാഫ് പ്രതിനിധി ഫ്രാൻസിസ് ആന്റണി സ്വാഗതവും പ്രധാനാധ്യാപിക ബിജി പോൾ നന്ദിയും പറഞ്ഞു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, ബിജു ജോബ്, NK മജീദ്, VK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ അമല ആശുപത്രിയുമായി സഹകരിച്ച് കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. ഗുരുവായൂർ CI മഹേഷ്, ഡോക്ടർ വിനു വിപിൻ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുരേഷ് വി നമ്പൂതിരി, ഡോക്ടർ ഗായത്രി എന്നിവർ സംസാരിച്ചു. 100ഓളം പേർ രക്തദാനം നടത്തി. തലക്കോട്ടുകര വിദ്യാ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വാർഷിക ആർട്സ് ഫെസ്റ്റ് അദ്വിക 2026 സംഘടിപ്പിച്ചു. രാവിലെ 10:30 പ്രണവം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പും പോപ്പുലർ മലയാളി ഓഫ് ദ ഇയർ 2025 ജേതാവുമായ അനീഷ് TA മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ വേദികളിലായി 31ഓളം മത്സര ഇനങ്ങൾ അരങ്ങേറി. സമകാലിക സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിച്ച മൈം, വിവിധ ഭാഷകളിലെ നാടകങ്ങൾ, സ്കിറ്റുകൾ എന്നിവ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത, സെനറ്റ് കൺവീനർമാരായ KS സൽക്കല, കിരൺ, ബാബു എന്നിവർ നേതൃത്വം നൽകുന്ന കലാമാമാങ്കം ശനിയാഴ്ച സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,720 രൂപ, സ്വർണം പവന് 1,17,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 350 രൂപ. ചരമം. മന്നലാങ്കുന്ന് കിണർ CITU ഓഫീസിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കൊന്നാമാക്കൽ കബീർ നിര്യാതനായി. 54 വയസ്സായിരുന്നു. കബറടക്കം മന്നലാങ്കുന്ന് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. സുഹറയാണ് ഭാര്യ. അജ്മൽ, ഷൈമ എന്നിവർ മക്കളാണ്. കടപ്പുറം കിഴക്കേബ്ലാങ്ങാട് വൈലി ക്ഷേത്രത്തിന് വടക്കുവശം താമസിക്കുന്ന പരേതനായ കറുപ്പം വീട്ടിൽ ഉമ്മർ ഭാര്യ സാറു നിര്യാതയായി. 76 വയസ്സായിരുന്നു. സുഹറ, കബീർ, ഷാജിദ, അമീർ എന്നിവർ മക്കളാണ്. ഖബറടക്കം മണത്തല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.